നമസ്കാരം. മലയാളനാദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ആറ്റൂർ രവിവർമ്മയുടെ നഗരത്തിൽ ഒരു യക്ഷൻ എന്ന കവിതയിലെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. നഗരത്തിൽ ഒരു യക്ഷൻ എന്ന കവിതയിലെ യക്ഷൻ എന്ന സങ്കല്പം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? മേഘസന്ദേശം. ഇത് എഴുതിയത് കാളിദാസനാണ്. പേന മരിച്ചു കിടപ്പൂ നിൻ ട്രങ്കിൻ്റെ മൂലയിൽ എന്ന ഭാഗം നൽകുന്ന സൂചന എന്താണ്? എഴുത്തിലൂടെയുള്ള ആശയവിനിമയം ഇല്ലാതായി അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തെ വിരസത ബാധിച്ചു എന്ന സൂചനയാണ് ഈ ഭാഗം നൽകുന്നത്. പരസ്പരമുള്ള സംസാരമില്ലാതായി എന്ന സൂചന നൽകുന്ന കവിതാ ഭാഗമേത്? കൊക്കുകൾ പൂട്ടിയിരുന്നു എന്ന ഭാഗം. ട്രങ്ക് എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത്? ലോഹം കൊണ്ടുണ്ടാക്കിയ പെട്ടി. നിന്നഭാവത്തിൽ അനുഭവിക്കുന്നു ഞാൻ അമ്മയെ പണ്ടു പിരിഞ്ഞതിൻ വേദന. കവി ഇങ്ങനെ പറയുന്നതിന് കാരണമെന്ത്? നിരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കുക. ആറ്റൂർ രവിവർമ്മയുടെ നഗരത്തിൽ ഒരു യക്ഷൻ എന്ന കവിത ദാമ്പത്യബന്ധത്തിൽ പരസ്പര സ്നേഹത്തിൻ്റെ ആഴം വ്യക്തമാകുന്നത് പരസ്പരം പിരിഞ്ഞിരിക്കുമ്പോഴാണ് എന്ന് വിളിച്ചോതുന്ന കവിതയാണ്. ജോലിയുടെ ഭാഗമായി ഭാര്യയെ പിരിഞ്ഞ് നഗരത്തിൽ കഴിയേണ്ടി വന്ന കവിയുടെ അല്ലെങ്കിൽ നായകൻ്റെ മനസ്സ് ഈ വരികളിൽ കാണാം. മാതൃഭാവത്തിൻ്റെ രണ്ടവസ്ഥകൾ ഈ വരികളിൽ വ്യക്തമാകുന്നു. പണ്ട് അമ്മയെ പിരിഞ്ഞ സമയത്ത് അനുഭവിച്ച അതേ വേദനയാണ് ഇന്ന് ഭാര്യയെ പിരിഞ്ഞിരിക്കുമ്പോഴും അയാൾ അനുഭവിക്കുന്നത്. ഭാര്യ മാതൃസ്ഥാനത്തേക്ക് ഉയർന്നതിൻ്റെ കാഴ്ച ഈ വരികളിലൂടെ വ്യക്തമാകുന്നു. അത്ര ആഴത്തിലുള്ള പരസ്പര സ്നേഹത്തിൽ മാത്രമേ ഇങ്ങനെ സംഭവിക്കൂ. ഭാര്യയിൽ നിന്ന് ലഭിച്ച കരുതലും സ്നേഹവുമെല്ലാം ഇതിൽ നിന്ന് വ്യക്തമാണ്. പേന മരിച്ചു കിടപ്പൂ നിൻ ട്രങ്കിൻ്റെ മൂലയിൽ, കൊക്കുകൾ പൂട്ടിയിരുന്നു നാം. കവിയുടെ വർത്തമാനകാല ജീവിതത്തെക്കുറിച്ചുള്ള എന്തെല്ലാം സൂചനകളാണ് ഈ വരികളിൽ തെളിയുന്നത്? വ്യക്തമാക്കുക. ആറ്റൂർ രവിവർമ്മയുടെ നഗരത്തിൽ ഒരു യക്ഷൻ എന്ന കവിതയിൽ ദാമ്പത്യബന്ധത്തിൻ്റെ തീവ്രതയാണ് കാണിക്കുന്നത്. വിവാഹത്തിനു മുൻപ് ഭാര്യയ്ക്കുണ്ടായിരുന്ന ഭംഗി നഷ്ടപ്പെട്ടതോർത്ത് വേദനിക്കുന്ന ചിന്തകളോടെയാണ് കവിത തുടങ്ങുന്നത്. എഴുത്തിലൂടെയോ സംസാരത്തിലൂടെയോ ഉള്ള തങ്ങളുടെ ആശയവിനിമയവും കുറഞ്ഞു. ഭാര്യയുടെ ബാഹ്യ സൗന്ദര്യം നഷ്ടപ്പെട്ടതിലുള്ള കവിയുടെ വേദനയും ഇവിടെ കാണുന്നു. മധുവിധു കാലത്തിനു ശേഷം ജീവിതം വിരസമായതിൻ്റെ സൂചനയാണ് ഇവിടെ കൊടുത്ത വരികളിൽ വ്യക്തമാകുന്നത്. ജീവിതം യാന്ത്രികമായി തീർന്നു. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ലഭിച്ച ഉത്തരവാദിത്വങ്ങളുടെ ഭാരിച്ച ചുമടുകളാകാം ഒരുപക്ഷെ അതിന് കാരണം. പരസ്പരമുള്ള കളിച്ചിരികളും തമാശകളും കുറഞ്ഞിരിക്കുന്നു. എന്നാൽ വിരഹവേളയിൽ പരസ്പരമുള്ള സ്നേഹത്തിൻ്റെ ആഴവും കവി തിരിച്ചറിയുന്നുണ്ട്. ആന്തരിക സൗന്ദര്യം പഴയതിനേക്കാൾ ഏറിയിട്ടുണ്ടെന്ന് ഒടുവിൽ കവി പറയുന്നു. അമ്മയെ പിരിഞ്ഞ പോലെയുള്ള ഒരു വേദനയും ഒറ്റപ്പെടലും കവിക്ക് അനുഭവപ്പെടുന്നുണ്ട്. ജീവിതത്തിൻ്റെ ഒറ്റപ്പെടലിനുള്ള ഒറ്റമൂലി സ്നേഹബന്ധങ്ങളാണെന്ന് തെളിയിക്കുന്ന ഈ കവിത ഇന്നത്തെ ചിതറിത്തെറിക്കുന്ന കുടുംബജീവിതങ്ങളുടെ കണ്ണു തുറപ്പിക്കാൻ ഉതകുന്നതാണ്. പേന മരിച്ചു കിടപ്പൂ നിൻ ട്രങ്കിൻ്റെ മൂലയിൽ, കൊക്കുകൾ പൂട്ടിയിരുന്നു നാം. വിശകലനക്കുറിപ്പ് തയ്യാറാക്കുക. ജോലിയിൽ സ്ഥലം മാറ്റം ലഭിച്ച് നഗരത്തിലെത്തിയ നായകൻ്റെ അല്ലെങ്കിൽ കവിയുടെ വിരഹ ചിന്തകളാണ് ആറ്റൂർ രവിവർമ്മയുടെ നഗരത്തിൽ ഒരു യക്ഷൻ എന്ന കവിത. വിവാഹത്തിനു മുൻപുള്ള പ്രണയകാലത്തോ വിവാഹം കഴിഞ്ഞുള്ള മധുവിധു കാലത്തോ അവർ എഴുത്തിലൂടെ ആശയവിനിമയം ചെയ്തിരുന്നു. പിന്നീട് പേന ഉപയോഗിക്കാതെയായി. നാളുകൾ കഴിഞ്ഞപ്പോൾ പരസ്പരമുള്ള ആകർഷണം കുറഞ്ഞു. സംസാരവും കുറഞ്ഞു വന്നു. മരിച്ചു കിടക്കുന്ന പേന എന്ന പ്രയോഗം എഴുതാത്തത് മൂലം ഉപയോഗമില്ലാത്തതായി എന്ന സൂചനയാണ് നൽകുന്നത്. എഴുത്തില്ലെങ്കിൽ പേന മരിച്ചതിന് തുല്യമാണല്ലോ.
ദാമ്പത്യത്തെ വിരസത ബാധിച്ചിരിക്കുന്നു എന്ന സൂചന ഈ പ്രയോഗത്തിലൂടെ ലഭിക്കുന്നു. അതുപോലെ വിവാഹ വസ്ത്രം പണ്ട് സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്നത് പെട്ടിയാണ്. ട്രങ്ക് എന്നാണ് ആ പെട്ടിയെ പറഞ്ഞിരുന്നത്. ആ പെട്ടിയും ഇന്ന് ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു. പ്രണയകാലത്ത് പ്രധാനമായും സ്നേഹപ്രകടനങ്ങളിലൂടെയുള്ള ആശയവിനിമയമായിരുന്നു. എന്നാൽ നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ ആശയവിനിമയങ്ങൾ ഇല്ലാതായി. പരസ്പരമുള്ള സംസാരം കുറഞ്ഞു. വിവാഹ ജീവിതത്തിൻ്റെ കൗതുകം നശിച്ചതുകൊണ്ടാണ് കൊക്കുകൾ പൂട്ടിയിരിക്കുന്നത്. കൊക്കുകൾ പൂട്ടിയിരിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? മിണ്ടാതിരിക്കുക അല്ലെങ്കിൽ പരസ്പരം സംസാരിക്കാതിരിക്കുക എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. അകലും തോറും അടുത്തേക്ക് വരാൻ കൊതിക്കുന്ന സ്നേഹത്തിൻ്റെ ഊഷ്മളമായ അനുഭവമാണ് നഗരത്തിൽ ഒരു യക്ഷൻ എന്ന കവിത വിലയിരുത്തുക. ദാമ്പത്യബന്ധത്തിൽ പരസ്പര സ്നേഹത്തിൻ്റെ ആഴം വ്യക്തമാകുന്നത് പിരിഞ്ഞിരിക്കുമ്പോഴാണ് എന്ന് വിളിച്ചോതുന്ന കവിതയാണ് നഗരത്തിൽ ഒരു യക്ഷൻ. ജോലിയുടെ ഭാഗമായി ഭാര്യയെ പിരിഞ്ഞ് നഗരത്തിൽ കഴിയേണ്ടി വന്ന കവിയുടെ അല്ലെങ്കിൽ നായകൻ്റെ മനസ്സ് ഈ കവിതയിൽ കാണാം. ഇണക്കങ്ങളും പിണക്കങ്ങളും ഇടകലർന്ന ദാമ്പത്യ ജീവിതത്തിൻ്റെ ചിത്രീകരണമാണ് ഈ കവിത. കവി ഇവിടെ സ്വയം ഒരു യക്ഷനായി സങ്കല്പിക്കുന്നു. ജോലി ആവശ്യത്തിനായി നഗരത്തിലേക്ക് പോകുന്ന കവി ആദ്യമായി വിരഹം അനുഭവിക്കുന്നു. മധുവിധു കാലത്ത് ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധം ദൃഢമായിരിക്കും, അത് പ്രത്യക്ഷവുമായിരിക്കും. എന്നാൽ ജീവിതം മുന്നോട്ടു പോകുമ്പോൾ ബന്ധങ്ങളുടെ തീവ്രത കുറഞ്ഞു വരുന്നു, ആശയവിനിമയവും കുറയുന്നു. അടുത്തിരിക്കുമ്പോഴുള്ള അകൽച്ചയും അകന്നിരിക്കുമ്പോഴുള്ള അടുപ്പവും ദാമ്പത്യബന്ധത്തിൻ്റെ സൗന്ദര്യമാണ്. വിവാഹ നാളുകളിലെ ഭാര്യയുടെ സൗന്ദര്യം മാഞ്ഞു പോയിരിക്കുന്നു എന്ന് വേദനിച്ചുകൊണ്ടാണ് കവിത ആരംഭിക്കുന്നത്. എങ്കിലും ബാഹ്യ സൗന്ദര്യത്തെക്കാൾ അപ്പുറം ആന്തരിക സൗന്ദര്യമാണ് കവി ഇപ്പോൾ കാണുന്നത്. അവളെ പിരിഞ്ഞപ്പോൾ അമ്മയെ പിരിഞ്ഞ വേദന കവി ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. ലോഡ്ജിൽ താമസിക്കുന്ന പലർക്കും ഈ അവസ്ഥയുണ്ടെങ്കിലും അവരത് പുറത്തു കാണിക്കുന്നില്ല. സ്നേഹവും ഒപ്പം അമ്മയുടെ കരുതലും വാത്സല്യവും പകർന്ന ഭാര്യയുടെ സ്ഥാനം കവി ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. അവൾ കാപ്പിക്കൊപ്പം പങ്കുവച്ച ബാല്യകാല വിശേഷങ്ങളും അമ്മായിയുടെ വീമ്പു പറച്ചിലും ഭിക്ഷുവിൻ്റെ ദൈന്യതയും മാസക്കുറിയിൽ നറുക്കു ചേർന്നതുമെല്ലാം രാത്രി വളരെ വൈകിയും മൂളിക്കേൾക്കുന്നതും മൂളാതിരിക്കുമ്പോൾ അവൾ പിണങ്ങിപ്പോയി കിടക്കുന്നതുമൊക്കെ കവി ഓർമ്മിക്കുന്നുണ്ട്. അവളോട് പണ്ടുള്ളതിനേക്കാൾ സ്നേഹം കൂടുകയാണ് ചെയ്തിരിക്കുന്നത് എന്ന് കവി അത്ഭുതത്തോടെ മനസ്സിലാക്കുന്നു. ഈ തിരിച്ചറിവിൽ കവിത അവസാനിക്കുന്നു. ഇണക്കങ്ങളും പിണക്കങ്ങളും നിറഞ്ഞ ദാമ്പത്യമാണ് ഹൃദ്യം. സ്നേഹത്തിൻ്റെ ഈ ഊഷ്മളമായ അനുഭവം നഗരത്തിൽ ഒരു യക്ഷൻ എന്ന കവിതയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നന്ദി. തുടർ ക്ലാസുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഉപകാരപ്പെട്ടു എങ്കിൽ ഷെയർ ചെയ്യൂ.